ജൈവവൈവിധ്യം സംരക്ഷിക്കാൻ ഹ്രസ്വ ദീർഘകാല പദ്ധതികൾക്ക് രൂപം നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾ നേതൃത്വം നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭാവി തലമുറയെ കൂടി ഓർത്തു വേണം നാം പ്രവർത്തിക്കേണ്ടതെന്നും ജൈവവൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. 5 മുതൽ 10 വർഷം വരെയുള്ള കാലയളവിൽ ഹ്രസ്വ ദീർഘകാല പദ്ധതികൾ നടപ്പിലാക്കണം. ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കാനായാൽ 2050-നകം നെറ്റ് സീറോ കാർബൺ ബഹിർഗമന സംസ്ഥാനമായി കേരളം മാറും. 2030-നകം ജൈവവൈവിധ്യ സൗഹൃദ സംസ്ഥാനം എന്ന ബഹുമതി സ്വന്തമാക്കാനും കഴിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജൈവവൈവിധ്യ സംരക്ഷണം സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും മാത്രം ഉത്തരവാദിത്തമല്ല. ഇതിന് ജനങ്ങളുടെ പരിപൂർണ പിന്തുണയുണ്ടാകണമെന്നും മുഖ്യമന്ത്രി. നാം ആദ്യം അംഗീകരിക്കേണ്ടത് ഈ ഭൂമി നമുക്ക് മാത്രമുള്ളതല്ല, വരും തലമുറകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഈ ചിന്ത നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവണം. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഭൂമിയുടെയും ഇതിലെ പ്രകൃതിയുടെയും ഉടമസ്ഥരല്ല, മറിച്ച് പരിചാരകരാണ് എന്ന ചിന്തയോടെ പ്രവർത്തിക്കാൻ കഴിയണം. ജൈവവൈവിധ്യ സംരക്ഷണത്തിനായി ഒട്ടേറെ പദ്ധതികളാണ് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ജൈവവൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.